നമസ്കാരം, നവകേരളത്തിലേക്ക് സ്വാഗതം. സർവേ രേഖകൾ കൃത്യമായിരിക്കുക എന്നത് സുഗമമായ ഭരണനിർവഹണത്തിന് അത്യാവശ്യമാണ്. ഇതിനുവേണ്ടി പൊതുജന സഹകരണത്തോടെയുള്ള നൂതന പദ്ധതിക്ക് കേരളപ്പിറവി ദിനത്തിൽ തുടക്കമാവുകയാണ്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോടെ മുഴുവൻ വില്ലേജുകളിലെയും ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കി 4 വർഷം കൊണ്ട് മുഴുവൻ ഭൂരേഖകളും ഡിജിറ്റൽ രൂപത്തിലാക്കുന്ന പ്രവർത്തനമാണ് 2022 നവംബർ 1 മുതൽ ആരംഭിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രായം ചെന്ന സർക്കാർ വകുപ്പുകളിൽ ഒന്നാണ് സർവേയും ഭൂരേഖയും വകുപ്പ്. വകുപ്പിന് കേരള സംസ്ഥാനത്തേക്കാൾ പ്രായമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. വകുപ്പിലെ സർവേ രേഖകൾക്കും അത്ര തന്നെ പ്രായമുണ്ട്. 1882 മുതൽ 1902 വരെയുള്ള കാലഘട്ടത്തിൽ നടത്തിയ സെറ്റിൽമെൻറ്റ് സർവേയിലൂടെ തയ്യാറാക്കിയ രേഖകളാണ് ഇന്നും അടിസ്ഥാന രേഖകളായി ഉപയോഗിക്കുന്നത്. 1964 ആരംഭിച്ച റീസർവേ നടപടികൾ ഇതുവരെ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. 2021 ഡിസംബർ 31 വരെയുള്ള കണക്കനുസരിച്ച് ആകെയുള്ള 1666 വില്ലേജുകളിൽ 920 എണ്ണത്തിലെ റീസർവേ മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. പരമ്പരാഗത ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള നിലവിലെ രീതി തുടരുകയാണെങ്കിൽ ഇനിയും 50 വർഷം കൂടി കഴിഞ്ഞാലേ സർവേ നടപടികൾ പൂർത്തിയാകൂ. റീസർവേ ആരംഭിച്ചതിന് ശേഷം നടന്ന ക്രയവിക്രയങ്ങൾ മൂലമുണ്ടായ മാറ്റങ്ങൾ സർവേ റെക്കോർഡുകളിൽ പൂർണ്ണമായി ഉൾപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സർവേ റെക്കോർഡുകളും ഭൂസ്ഥിതിയും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഈ സ്ഥിതിയിൽ നിന്നും വിപ്ലവകരമായ ഒരു മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ് കേരളം. കേരളം ഒരു ചരിത്ര ദൗത്യത്തിലേക്ക് കൂടി നടന്നെടുക്കുകയാണ്. കേരളത്തിലെ ഗവൺമെൻറ് ഒരു പുതിയ ദൗത്യത്തിന് നേതൃത്വം നൽകുകയാണ്. നിലവിൽ ഡിജിറ്റലായി സർവേ നടത്തിയ 91 വില്ലേജുകളും നിലവിൽ റീസർവേ നടപടികൾ ഡിജിറ്റലായി ഓൺഗോയിങ് ആയിട്ടുള്ള 25 വില്ലേജുകളും കഴിച്ച് ബാക്കി ഇതിനു മുമ്പ് കൺവെൻഷനായി അളന്ന വില്ലേജുകളടക്കം 1550 വില്ലേജുകളിൽ 4 വർഷക്കാലം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു ജനകീയ ദൗത്യത്തിനാണ് ഡിജിറ്റൽ സർവേയിലൂടെ കേരളം നേതൃത്വം നൽകാൻ വേണ്ടി പോകുന്നത്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോടെ മുഴുവൻ വില്ലേജുകളിലെയും ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കി 4 വർഷം കൊണ്ട് മുഴുവൻ ഭൂരേഖകളും ഡിജിറ്റൽ രൂപത്തിലാക്കുന്ന പ്രവർത്തനമാണ് 2022 നവംബർ 1 മുതൽ ആരംഭിക്കുന്നത്. ആധികാരികവും കാലഹരണപ്പെടാത്തതുമായ സർവേ റെക്കോർഡുകൾ ലഭ്യമാക്കുക, ഡിജിറ്റൽ രൂപത്തിലുള്ള സർവേ രേഖകളിലൂടെ ഭൂമി സംബന്ധമായ സേവനങ്ങൾ ഏറ്റവും സുതാര്യമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുക, ഭൂമി പോക്കുവരവ് നടപടികൾക്കൊപ്പം സർവേ റെക്കോർഡിലും മാറ്റങ്ങൾ വരുത്താവുന്ന സംവിധാനം ഒരുക്കുക, ദുരന്ത നിവാരണം അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങളുടെ ഉപയോഗത്തിനായി ഭൂരേഖകളുടെ ഡാറ്റാബേസ് തയ്യാറാക്കുക, റവന്യൂ, സർവേ, രജിസ്ട്രേഷൻ വകുപ്പുകളുടെ സേവനങ്ങൾ സംയോജിപ്പിച്ച് ഒരു പോർട്ടലിൽ നിന്ന് തന്നെ ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ലഭ്യമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് എൻ്റെ ഭൂമി എന്ന പേരിൽ ഡിജിറ്റൽ സർവേ നടപടികൾ ആരംഭിക്കുന്നത്. സർവേ ഇൻഡസ്ട്രിയിൽ ടെക്നോളജി ഇപ്പോൾ പുതിയ ടെക്നോളജി നമുക്ക് വരുന്നുണ്ട്. സോ ഈ ടെക്നോളജി നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഒരു ലക്ഷ്യം 3 വർഷത്തെ 8 മാസത്തിൽ തീർപ്പാക്കുന്ന ഒരു വലിയ ദൗത്യമാണ് നമ്മൾ ഏറ്റെടുത്ത്. ഇതിനുവേണ്ടി ഒരു സമഗ്രമായ ഒരു പദ്ധതി നമ്മൾ തയ്യാർ ചെയ്തിട്ടുണ്ട്. റീബിൽഡ് കേരള സഹായത്തോടെ നമുക്ക് ഫണ്ടിങ് കിട്ടി. സോ ഈ ഫണ്ടിങ്ങിൻ്റെ സഹായത്തോടെ നമ്മളെല്ലാം ഇപ്പോൾ എന്തെല്ലാം എക്യുപ്മെൻറ്റ്സ് എല്ലാം പുതിയ എക്യുപ്മെൻറ്റ്, റോവറും റോബോട്ടിക് ടോട്ടൽ സ്റ്റേഷനും പിന്നെ ആവശ്യമുള്ള ഒരു ടാബ്സും റഗ്ഗ് ടാബ്സ്, IT സൊല്യൂഷൻസ് എല്ലാം ഒരു സമഗ്രമായിട്ട് നമ്മൾ പ്രൊക്യൂർ ചെയ്യുകയും ആവശ്യമുള്ള മാനവവിഭവശേഷി നമ്മൾ റിക്രൂട്ട് ചെയ്യാൻ ഈവൻ നമ്മുടെ ഉള്ള സർവേയേഴ്സ് നമ്മൾ ഉപയോഗിക്കണം. പുതിയതായിട്ട് ആവശ്യമുള്ളവരോ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ നമ്മൾ റിക്രൂട്ട് ചെയ്യാനാണ് തീരുമാനമെടുത്തിട്ട് ഈ എല്ലാ കാര്യങ്ങളും യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയിട്ട് ഈ നവംബർ 1-ാം തീയതിയാണ് നമ്മൾ ഈ മിഷൻ തുടങ്ങാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ്. ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകളും ഉപകരണങ്ങളും ഉപയോഗിച്ചാണ് സർവേ നടത്തുന്നത്. സാറ്റലൈറ്റ് സിഗ്നലുകളുടെ അടിസ്ഥാനത്തിൽ ഭൂമിയുടെ സ്ഥാനം നിർണയിച്ചു നൽകുന്ന റിയൽ ടൈം കൈമാറ്റിക് റോവർ, റോബോട്ടിക് ടോട്ടൽ സ്റ്റേഷൻ, ടാബ്ലറ്റ് കമ്പ്യൂട്ടർ എന്നീ ഉപകരണങ്ങളെ
കണ്ടിന്യൂസ്ലി ഓപ്പറേറ്റിംഗ് റഫറൻസ് സ്റ്റേഷൻ അഥവാ കോർസ് എന്ന GPS നെറ്റ്വർക്കിൻ്റെ സഹായത്തോടെ ഏകോപിപ്പിച്ച് സോഫ്റ്റ്വെയർ അധിഷ്ഠിതമായാണ് സർവേ നടത്തുന്നത്. ഇതിനായി സംസ്ഥാനത്ത് 28 ഇടങ്ങളിൽ കോർ സ്റ്റേഷനുകളുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. നൂതനമായ സാങ്കേതിക സംവിധാനങ്ങളോടൊപ്പം പൊതുജനങ്ങളുടെ സഹകരണം കൂടിയുണ്ടെങ്കിലേ ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കാനാകൂ. ഇതിനുവേണ്ടി കേരളത്തിൻ്റെ മുഴുവൻ വികസന പ്രവർത്തനങ്ങൾക്കും അടിസ്ഥാനമായ ജനകീയ ആസൂത്രണ സംവിധാനത്തെ പ്രയോജനപ്പെടുത്തുകയാണ് സംസ്ഥാന സർക്കാർ. സർവേയുടെ വിജയം എന്ന് പറയുന്നത് ജനങ്ങളുടെ സഹകരണം തീർച്ചയായും അത്യാവശ്യമാണ്. നമുക്ക് സർവേ സംബന്ധിച്ച രേഖകൾ, ഭൂമി സംബന്ധിച്ച രേഖകൾ സർവേ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകണം. അതുപോലെ തന്നെ അതിർത്തികൾ കാണിച്ചു കൊടുക്കണം, അതിർത്തികൾ വെക്കണം, കാട് വെട്ടി തെളിയിക്കണം. ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ജനങ്ങൾക്ക് അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് സർവേ സഭകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സർവേ സഭ എന്ന പേരിൽ പ്രത്യേക ഗ്രാമസഭകൾ വിളിച്ചു ചേർത്താണ് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നത്. സർവേ നടപടികളിൽ പൊതുജനങ്ങൾ വഹിക്കേണ്ട പങ്കെന്ത് എന്നതാണ് സഭകളിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. റവന്യൂ, സർവേ, രജിസ്ട്രേഷൻ വകുപ്പുകളുടെ സോഫ്റ്റ്വെയറുകൾ സംയോജിപ്പിച്ച് തയ്യാറാക്കിയ എൻ്റെ ഭൂമി പോർട്ടൽ സർവേ സഭകളിൽ പരിചയപ്പെടുത്തുന്നു. ഡിജിറ്റൽ സർവേക്ക് മുന്നോടിയായി സർവേ നടക്കേണ്ട ഭൂമിയുടെ നിലവിലുള്ള രേഖകൾ എൻ്റെ ഭൂമി പോർട്ടലിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയാണ് ഭൂ ഉടമകൾ ആദ്യം ചെയ്യേണ്ടത്. രജിസ്റ്റർ ചെയ്യുമ്പോൾ ലഭിക്കുന്ന യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് സ്വന്തം ഭൂമിയുടെ രേഖകൾ കൃത്യമാണോ എന്ന് പരിശോധിക്കുകയും തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തുകയും വേണം. സ്വന്തം ഭൂമിയുടെ രേഖകൾ പോർട്ടലിൽ ലഭ്യമല്ലെങ്കിൽ ബന്ധപ്പെട്ട രേഖകൾ സഹിതം അത് ഉൾപ്പെടുത്താനുള്ള അപേക്ഷ നൽകണം. സർവേക്കായി ഉദ്യോഗസ്ഥർ എത്തുന്ന ദിവസവും സമയവും ഓരോ ഭൂ ഉടമയെയും മുൻകൂട്ടി അറിയിക്കും. ഇതനുസരിച്ച് സ്വന്തം ഭൂമിയുടെ രേഖകളുടെ പകർപ്പ് തയ്യാറാക്കി വെക്കുക. ഭൂമിയുടെ അതിർത്തികളിലെ കാട് വെട്ടിത്തെളിച്ച് സർവേക്കായി സൗകര്യമൊരുക്കുക. അതിർത്തികൾ വ്യക്തമല്ലെങ്കിൽ സർവേ തീയതിക്ക് മുൻപ് തന്നെ വ്യക്തമായി സ്ഥാപിക്കുക. സർവേക്ക് ശേഷം തയ്യാറാക്കുന്ന റെക്കോർഡുകൾ പരിശോധിച്ച് കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. ഡിജിറ്റൽ സർവേയിൽ പൊതുജനങ്ങളുടെ കടമകൾ ഇത്രയുമാണ്. ഇത് സംബന്ധിച്ച അവബോധമാണ് ഓരോ സർവേ സഭകളിലൂടെയും നൽകുന്നത്. എല്ലാ ഭൂമിക്കും രേഖ. ഭൂ ഉടമകൾക്ക് വിവിധ ഓഫീസുകൾ കയറിയിറങ്ങാതെ എല്ലാ സേവനങ്ങളും ഒറ്റ പോർട്ടലിൽ ലഭ്യമാകുന്നു. ഭൂമി സംബന്ധിച്ച വർഷങ്ങളായുള്ള പരാതികൾക്ക് പരിഹാരമുണ്ടാകുന്നു. ഭൂമി ക്രയവിക്രയത്തിലെ കബളിപ്പിക്കലുകൾ ഇല്ലാതാക്കാൻ സാധിക്കുന്നു. സംസ്ഥാനത്തിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും പ്രയോജനപ്പെടുത്താവുന്ന ഭൂമി സംബന്ധിച്ച ഡാറ്റാ ബാങ്ക് സൃഷ്ടിക്കപ്പെടുന്നു. നികുതി പിരിവ് എളുപ്പമാക്കാനും നികുതി വരുമാനം വർദ്ധിപ്പിക്കാനും സാധിക്കുന്നു. സർക്കാർ ഭൂമിയിലെ അനധികൃത കയ്യേറ്റങ്ങൾ തടയാൻ സാധിക്കുന്നു. പട്ടയം നൽകുന്നതുൾപ്പെടെയുള്ള നടപടികൾ വേഗത്തിലാക്കാൻ സാധിക്കുന്നു. ഭൂരഹിതർക്ക് ഭൂമി നൽകുന്നതിനുള്ള സ്ഥലം വളരെ വേഗത്തിൽ കണ്ടെത്താൻ സാധിക്കുന്നു. കാലഹരണപ്പെടാത്ത ഭൂരേഖകൾ തയ്യാറാക്കുന്നതോടെ റവന്യൂ ഭരണം സുഗമമാകുന്നു. എന്നിങ്ങനെ നിരവധി പ്രയോജനങ്ങളാണ് ഡിജിറ്റൽ സർവേയിലൂടെ ലഭിക്കുന്നത്. ഡിജിറ്റൽ റീസർവേ വകുപ്പിൻ്റെ സർവേ അല്ല, അത് ജനങ്ങളുടെ സർവേയാണ്. നവകേരളത്തിലേക്ക് കേരളം ചരിത്രം നടന്നു പോകുമ്പോൾ ഇതാ ഒരു കേരള മോഡൽ കൂടി ലോകത്തിൻ്റെ മുമ്പിൽ കേരളം അവതരിപ്പിക്കുകയാണ്. എല്ലാവരുടെ പിന്തുണയും സഹായവും സവിനയം കേരള സർക്കാരിന് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. 858.42 കോടിയോളമാണ് ഡിജിറ്റൽ സർവേ പദ്ധതിക്ക് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 438.46 കോടി റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി ഭരണാനുമതി നൽകി കഴിഞ്ഞു. സംസ്ഥാനത്തിന്റെ വികസന രംഗത്തും ഭരണനിർവഹണ രംഗത്തും സാമൂഹ്യക്ഷേമ രംഗത്തും ദൂരവ്യാപകമായ ഗുണങ്ങൾ സൃഷ്ടിക്കാനുതകുന്ന ഒരു ബൃഹത് പദ്ധതിക്കാണ് കേരളപ്പിറവി ദിനത്തിൽ തുടക്കമാകുന്നത്. ഗ്രാമീണ തലത്തിൽ ലിംഗസമത്വം എന്ന ആശയം മുന്നിൽ കണ്ട് പ്രായോഗിക പദ്ധതികൾ നടപ്പാക്കുന്ന ഒരു പഞ്ചായത്തുണ്ട്. എറണാകുളം ജില്ലയിലെ ആമ്പല്ലൂർ. ലിംഗസമത്വ ഗ്രാമം എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. 10-ലധികം പദ്ധതികളാണ് ഇവിടെ നടപ്പാക്കുന്നത്. മുളന്തുരുത്തി ബ്ലോക്കിലാണ് ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്ത്.
ലിംഗസമത്വത്തിൽ അധിഷ്ഠിതമായി പദ്ധതികൾ വിഭാവന ചെയ്യുന്ന മികച്ച പഞ്ചായത്തുകളിലൊന്ന്. സ്ത്രീകൾക്കും കുട്ടികൾക്കും മുൻതൂക്കം നൽകുന്ന നിരവധി പരിപാടികളാണ് ഇവിടെ നടപ്പാക്കുന്നത്. ജാഗ്രതാ സമിതികൾ, ജെൻഡർ റിസോഴ്സ് സെന്റർ, സ്വയം രക്ഷാ പരിശീലന പരിപാടികൾ, സാംസ്കാരിക കൂട്ടായ്മകൾ, കൗൺസിലിംഗ്, കുട്ടികൾക്കായി ജെൻഡർ ക്ലബ്ബുകൾ എന്നിവ പദ്ധതിയുടെ ഭാഗമാണ്. നഗരപാലിക സെക്രട്ടറി അധ്യക്ഷയായിട്ടുള്ള ജെൻഡറിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി ദേശീയാടിസ്ഥാനത്തിൽ 5 പഞ്ചായത്തുകളെ തിരഞ്ഞെടുത്തു. ആ 5 പഞ്ചായത്തുകളിൽ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, കേരളം ഇവിടെ ഈ 5 പഞ്ചായത്തുകളായിരുന്നു. കോവിഡ് കാരണം അതിൻ്റെ ഗൂഗിൾ മീറ്റ് വഴിയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ അവരെ ബോധ്യപ്പെടുത്തിയത്. തുടർന്ന് കിലയിൽ വെച്ച് നടന്ന അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അന്നത്തെ പഞ്ചായത്ത് സെക്രട്ടറി അതിൽ പങ്കെടുത്ത് പഞ്ചായത്തിൻ്റെ കാഴ്ചപ്പാടുകൾ വിവരിച്ചു. ഇതെല്ലാമാണ് ജെൻഡറിൻ്റെ പ്രവർത്തനങ്ങൾ ആമ്പല്ലൂർ പഞ്ചായത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു പ്രവർത്തനങ്ങൾക്ക് മുതൽ കൂട്ടുന്നത്. ആദ്യഘട്ടത്തിൽ പഞ്ചായത്തിലെ സ്ത്രീ പദവിയെ പറ്റിയുള്ള പഠനമായിരുന്നു നടന്നത്. ഇതിനെ അടിസ്ഥാനമാക്കിയാണ് പദ്ധതികൾ തയ്യാറാക്കിയത്. സർക്കാരിൻ്റെ 10% വാർഷിക വനിതാ ഘടക പദ്ധതി വിഹിതമാണ് പ്രധാന സ്രോതസ്. ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ 2017 കാലഘട്ടത്തിലാണ് ജെൻഡർ റിസോഴ്സ് സെൻ്റർ എന്നുള്ള പ്രോഗ്രാം ആരംഭിച്ചത്. അതിനുശേഷം ഇപ്പോൾ ഇതുവരെ വളരെ നല്ല രീതിയിൽ, കാരണം സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള പ്രശ്നങ്ങളിൽ വാർഡ് തലത്തിൽ രൂപീകരിക്കുകയും ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുകയും അവിടെയുള്ള പ്രശ്നങ്ങൾ അവിടുത്തെ വാർഡ് മെമ്പർ കൺവീനറായിക്കൊണ്ടും വാർഡ് കൺവീനർ എന്ന് പറഞ്ഞൊരു പോസ്റ്റുണ്ട്, ആ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് ADS, CDS, അംഗൻവാടി ടീച്ചേഴ്സ്, ആശാ വർക്കേഴ്സ് അടങ്ങുന്നതാണ് വാർഡ് തല ജാഗ്രതാ സമിതികൾ. അതിൻ്റെ തന്നെ പഞ്ചായത്ത് തലത്തിലും ജാഗ്രതാ സമിതികൾ ജെൻഡറിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു പോരുന്നു. സ്ത്രീകളുടെ പരാതികൾ പരിഹരിക്കാനുള്ള ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനങ്ങളാണ് ഏറ്റവും ആദ്യം വിജയം വരിച്ചത്. ഇതിൽ നമ്മൾ 2002 ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ നമ്മുടെ മുമ്പിൽ 21 പരാതികളാണ് വന്നിട്ടുള്ളത്. വനിതാ കമ്മീഷന്റെ പ്രാദേശിക സംവിധാനമാണ് ജാഗ്രതാ സമിതികൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എല്ലാ മാസവും തന്നെ ഇവിടെ നമ്മൾ കൂടാറുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമുക്കിന്ന് 2 കേസുകളാണ് വന്നിരിക്കുന്നത്. എല്ലാ വാർഡുകളിലും പരാതിപ്പെട്ടികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ബുധനാഴ്ചകൾ തോറും പരാതിപ്പെട്ടികൾ തുറന്ന് നടപടികൾ സ്വീകരിക്കും. ADS, CDS, അംഗനവാടി, ആശാ വർക്കർ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരുടെ സഹകരണത്തോടെയാണ് പദ്ധതി. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ടുള്ള എതിരെയുള്ള എല്ലാ അതിക്രമങ്ങൾക്കും എതിരെ ഞങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി വാർഡ് തലങ്ങളിൽ ഞങ്ങളുടെ വാർഡ് മെമ്പർ അടക്കം എല്ലാ സ്ത്രീകളും ഒത്തൊരുമയോടുകൂടി നിന്ന് ചെയ്യാറുണ്ട്. നല്ല രീതിയിൽ വാർഡിൻ്റെ പ്രവർത്തനങ്ങൾ പോകുന്നുണ്ട്. അതുപോലെ കുടുംബശ്രീ ആണെങ്കിലും വളരെ മെച്ചപ്പെട്ട രീതിയിൽ കുടുംബശ്രീയുടെ പ്രാധാന്യം എന്താണെന്ന് ഓരോ സ്ത്രീകളെയും മനസ്സിലാക്കി കുടുംബശ്രീയിലേക്ക് ആകർഷിക്കാനും അതുവഴി അവർക്ക് വളരെ നല്ല രീതിയിലേക്കൊരു മെച്ചപ്പെട്ട ജീവിതം കെട്ടിപ്പടുക്കാനും കുറേ സംരംഭങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനും ഒക്കെ വളരെ നല്ല രീതിയിൽ, അതായത് ഒരു 5 വർഷങ്ങൾക്ക് മുമ്പുള്ള സ്ത്രീകളല്ല ഇന്ന് ഞങ്ങളുടെ 1-ാം വാർഡിലെ പല സ്ത്രീകളും. കൗമാരക്കാരായ വിദ്യാർത്ഥിനികൾക്ക് സ്വയം രക്ഷയ്ക്കായി സ്കൂൾ കേന്ദ്രീകരിച്ച് കായിക പരിശീലനവും ആഴ്ചതോറും നടക്കുന്നുണ്ട്. തായ്ക്കൊണ്ടോ പരിശീലനമാണ് നൽകുന്നത്. എല്ലാ വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥിനികൾക്ക് സാനിറ്ററി പാഡ് നൽകുന്നതിനും പഞ്ചായത്ത് ഷീ പാഡ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇവിടെയെല്ലാം ഇൻസിനറേറ്ററുകളും സ്ഥാപിച്ചിട്ടുണ്ട്. സാംസ്കാരിക തലത്തിൽ വനിതകളുടെ ഇടപെടലുകൾ വർദ്ധിപ്പിക്കുന്നതിനായി ആകർഷകമായ പരിപാടികളുണ്ട്. ഇതിൽ സാംസ്കാരിക സംഗമം, പുസ്തക ചർച്ച, സമത മാസിക പ്രസിദ്ധീകരണം, വായനശാല എന്നിവയും ഉൾപ്പെടുന്നു. ലിംഗസമത്വത്തെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കാനായി തുല്യതാ സംഗമം എന്ന പരിപാടി 6 മാസത്തിലൊരിക്കൽ നടത്തുന്നുണ്ട്.
ആമ്പല്ലൂർ പഞ്ചായത്തിലെ ജെൻഡർ സൗഹൃദ തദ്ദേശ ഭരണം എന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എല്ലാ വാർഡുകളിലും നടത്തിയ ഒരു അവബോധ പ്രവർത്തനമായിരുന്നു, ബോധവൽക്കരണ പ്രവർത്തനമായിരുന്നു തുല്യതാ സംഗമം. തുല്യതാ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീകളിലും കുട്ടികളിലും അതുപോലെ തന്നെ യുവാക്കളിലും സ്ത്രീ പുരുഷ തുല്യതയെക്കുറിച്ചുള്ള ബോധം ഉണ്ടാക്കുക, ജെൻഡർ അവബോധം ഉണ്ടാക്കുക, സ്ത്രീ പദവിയെക്കുറിച്ചും അത് ഉയർത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും സ്ത്രീകളിൽ തന്നെ ബോധമുണ്ടാക്കുക. ഇതിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ച് പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ ചെറുപ്പക്കാരിലും ശക്തമായ പ്രചരണം നടത്തുക എന്നുള്ളതാണ് അത് ഈ പ്രവർത്തനത്തിൻ്റെ പ്രധാനമായിട്ട ഉദ്ദേശം. എല്ലാ വിദ്യാലയങ്ങളിലും ജെൻഡർ ഡെസ്കുകളുണ്ട്. കുട്ടികളിൽ നിന്നുള്ള പരാതികളിൽ ഈ ഡെസ്ക് അടിയന്തരമായ നടപടികൾ സ്വീകരിക്കും. ഇതോടൊപ്പം ജെൻഡർ ക്ലബ്ബുകളും ഉണ്ട്. കൂടുതൽ അവബോധം സൃഷ്ടിക്കുന്നതിനോടൊപ്പം മികച്ച സംവാദങ്ങളും ഇവിടെ നടക്കാറുണ്ട്. ഗേൾസിനും ബോയ്സിനും നല്ല രീതിക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഫ്ലാഷ് മോബ്സ്, സെമിനാറുകൾ, പലതരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ ഒരുപോലെ നടത്താറുണ്ട്. ഇപ്പോൾ ബോയ്സും ഗേൾസും ഇപ്പോൾ ഒരു തുല്യമായ സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. ജെൻഡർ ഇക്വലിറ്റി എന്നുള്ളത് നമ്മൾ നല്ല രീതിക്ക് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ആ ഒരു രീതിയിൽ ജെൻഡർ റിസോഴ്സ് സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിലാണ് നമ്മൾ ഈ പരിപാടികൾ നടത്തുന്നത്. അതിൽ ജെൻഡർ ക്ലബ്ബിൽ ആൺകുട്ടികളും പെൺകുട്ടികളും പങ്കെടുക്കുന്നുണ്ട്. കുട്ടികൾ വളരെ ഉത്സാഹത്തോടു കൂടിയാണ് പങ്കെടുക്കുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു പരാതിപ്പെട്ടിയും, കുട്ടികളുടെ പ്രശ്ന പരിഹാരത്തിനായിട്ട് ഒരു പരാതിപ്പെട്ടിയും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജെൻഡർ റിസോഴ്സ് സെന്ററിലെ കൗൺസിലിംഗ് കേന്ദ്രത്തിൽ കുടുംബതർക്കം, കൗമാര പ്രശ്നങ്ങൾ, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം മൂലമുള്ള പ്രശ്നങ്ങൾ എന്നിവ പരിഹരിക്കാനായി കൗൺസിലിംഗ് നൽകും. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ആമ്പല്ലൂരിനെ സമ്പൂർണ്ണ ലിംഗസമത്വ ഗ്രാമമായി ഉയർത്തുക എന്നതാണ് പഞ്ചായത്തിന്റെ ലക്ഷ്യം. ഇതിനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ പകുതിയിലധികം ലക്ഷ്യം കണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ പോളിസിക്ക് തുടക്കം കുറിച്ച് ചരിത്രം സൃഷ്ടിച്ച സംസ്ഥാനമാണ് കേരളം. ട്രാൻസ് വ്യക്തികളുടെ കലാഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനും അവർക്ക് സാമൂഹിക അംഗീകാരം നേടിക്കൊടുക്കുന്നതിനും 2019 തുടക്കമിട്ടതാണ് വർണ്ണപ്പകിട്ട് എന്ന കലാമേള. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന് കീഴിലാണ് മേള സംഘടിപ്പിക്കുന്നത്. നമ്മളിൽ ഞങ്ങളുമുണ്ട് എന്നതായിരുന്നു വർണ്ണപ്പകിട്ടിന്റെ മുദ്രാവാക്യം. 2022 നിറഞ്ഞാടിയ കലോത്സവ കാഴ്ചകളിലേക്ക്. കണ്ണിനും മനസ്സിനും മഴവില്ല് പോലെ 7 അഴക് നിറച്ച് വർണ്ണാഭമായാണ് ഇന്ത്യയിലെ തന്നെ 2ാമത്തെ ട്രാൻസ്ജെൻഡർ കലോത്സവം അനന്തപുരിയിൽ പകർന്നാടിയത്. അയ്യങ്കാളി ഹാളും യൂണിവേഴ്സിറ്റി കോളേജും ആവേശത്തിന്റെ വർണ്ണപ്പകിട്ടാൽ മുഖരിതമായി. ഒക്ടോബർ 15-16 തീയതികളിലായി നടന്ന വർണ്ണപ്പകിട്ട് ട്രാൻസ്ജെൻഡർ കലാമേള പ്രൗഢഗംഭീരമായ വിളംബര ഘോഷയാത്രയോടെയാണ് ഒക്ടോബർ 14 വൈകിട്ട് തുടക്കം കുറിച്ചത്. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മേള ഉദ്ഘാടനം ചെയ്തു. ഏകദേശം 20 മത്സര ഇനങ്ങളിലായി 200ഓളം പ്രതിഭകൾ വീറോടെ തങ്ങളുടെ കഴിവുകൾ മാറ്റുരച്ചു. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച 8 ട്രാൻസ്ജെൻഡർ വ്യക്തികളെ ചടങ്ങിൽ പുരസ്കാരം നൽകി ആദരിച്ചു. നമുക്കറിയാം, ഒട്ടേറെ സർഗപരമായ കഴിവുകൾ സ്വന്തമായുള്ളവരാണ് നമ്മുടെ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലെ ഭൂരിഭാഗം വ്യക്തികളും. അവർക്ക് ആവശ്യമായിട്ടുള്ള സാമൂഹ്യമായ പിൻബലം നൽകുക എന്നുള്ളത് നമ്മുടെ ഏവരുടെയും ഉത്തരവാദിത്തമാണ്. ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ ജീവിത ഉന്നമനത്തിനും അവരുടെ ജീവിത സുരക്ഷയ്ക്കും വേണ്ടി ധാരാളമായ പദ്ധതികൾ സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കി വരുന്നുണ്ട്. ആണും പെണ്ണും പോലെ ട്രാൻസ്ജെൻഡർ വ്യക്തിത്വവും ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളിൽ ഞങ്ങളുണ്ട് എന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ് കലോത്സവത്തിന്റെ ലക്ഷ്യം. നമ്മളിൽ ഞങ്ങളുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു അർത്ഥവത്താവെന്ന് പറയുന്നത് നമ്മളിൽ എല്ലാ കഴിവുകളുമുണ്ട്. നമ്മുടെ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ, നമ്മുടെ ട്രാൻസ്ജെൻഡർ സമൂഹത്തിൽ, ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവർക്കും എല്ലാ കഴിവുകളുമുണ്ട് എന്നാണ് നമ്മളതിനെ വെളിപ്പെടുത്താനായിട്ട്.
ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുള്ളിൽ മറഞ്ഞിരിക്കുന്ന കലാവാസനകളെ പരിപോഷിപ്പിക്കാൻ ഒരിടം എന്നത് മാത്രമല്ല, അവരെ സ്വയം പര്യാപ്തമാക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഉത്തമോദാഹരണം കൂടിയായി കലോത്സവം. ലാസ്യനടനവും തിരുവാതിരയും മോണോ ആക്ടും നാടോടി നൃത്തവും നാടൻ പാട്ടും ചിത്രരചനയും എല്ലാം തന്നെ വേറൊരു ലോകത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോയി. ട്രാൻസ്ജെൻഡർ മനുഷ്യരുടെ ദൃശ്യതയും അവരുടെ മുഖ്യധാരയിലേക്കുള്ള കടന്നുവരവുമാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അവരുടെ നിത്യജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ ചെറുപ്പകാലങ്ങളിൽ, കൗമാര കാലഘട്ടങ്ങളിൽ അവർക്ക് പ്രകടിപ്പിക്കാൻ പറ്റാതെ പോയിരുന്ന ഒരുപാട് കഴിവുകളെയും കലാവാസനകളെയും പ്രോത്സാഹിപ്പിക്കാനും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുമാണ് ഇടതുപക്ഷ ഗവൺമെൻറ് ഇങ്ങനൊരു കലാമേള സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇങ്ങനൊരു കലാമേള നമുക്ക് കാണാൻ സാധിക്കത്തില്ല. പക്ഷേ കേരളത്തിൻ്റെ ഒരു മാറ്റം തന്നെയാണ് ഈ ഒരു കലാമേളയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അഭിമാനത്തിന്റെയും ആത്മസംതൃപ്തിയുടെയും നിമിഷങ്ങളാണ് വർണ്ണപ്പകിട്ടിലൂടെ അവർക്ക് സാധ്യമായത്. അവരുടെ നിശ്ചയദാർഢ്യത്തിന് പകരം വെക്കാനാവാത്തതെന്ന പോലെ അഴകിന്റെ ഈ കലോത്സവം ഒരിക്കലും മറക്കാൻ പറ്റാത്തതുമായി. ഈ കലോത്സവം ഗവൺമെൻറ് ഞങ്ങൾക്ക് തന്ന ഒരുപാട് വലിയൊരു സന്തോഷമാണിത്. കുട്ടിക്കാലത്ത് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു ഇങ്ങനെ കലോത്സവ വേദിയിൽ പങ്കെടുക്കാനും, പക്ഷെ അതൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഈ ഒരു സമയത്ത് ഈ വിസിബിലിറ്റിക്ക് ശേഷം കേരളത്തിൽ ട്രാൻസിന് ഒരുപാട് പ്രചോദനമാണ് ഈ ഒരു കേരള ഗവൺമെൻറ് കലോത്സവം എന്ന് വെച്ചാൽ. നമുക്കിഷ്ടപ്പെട്ട പ്രോഗ്രാം ഈ അവസരം കിട്ടിയതിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. 2014 സംസ്ഥാന സർക്കാർ ട്രാൻസ്ജെൻഡർ നയം നടപ്പാക്കിയതിനു ശേഷമാണ് കേരളത്തിൽ ട്രാൻസ് സമൂഹം സവിശേഷമായ മുന്നേറ്റം കൈവരിക്കുന്നത്. ട്രാൻസ് വ്യക്തിത്വങ്ങൾക്ക് തുല്യമായ അവകാശം, സ്വാതന്ത്ര്യം, അഭിപ്രായ തീരുമാനങ്ങളിൽ തുല്യ പങ്കാളിത്തം എന്നിവ ഈ നയത്തിലൂടെ സർക്കാർ ഉറപ്പു നൽകി. കേരളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ പോളിസി കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് അഭിമാനത്തോടുകൂടി അല്ലെങ്കിൽ പേടി കൂടാതെ ഇതാണ് ഞാൻ അല്ലെങ്കിൽ ഇതാണ് എൻ്റെ സ്വത്ത് എന്ന് പറയാനായിട്ട് സാധിച്ചു തുടങ്ങിയത് ആ ഒരു അവസ്ഥയിൽ നിന്നാണ്. എന്നിട്ടും നമുക്കൊരുപാട് ചലഞ്ചസും പ്രശ്നങ്ങളും ഇന്നും ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. എന്നാൽ ആ ഒരു പഴയ 2015 മുമ്പ് കേരളത്തിലുള്ള ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് ട്രാൻസ്മെൻ വിസിബിലിറ്റിയൊക്കെ ഇപ്പോൾ കൂടുതലായിട്ടും കൂടി തുടങ്ങിയിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ട്രാൻസ് സമൂഹത്തിന്റെ ജീവിതാന്തരീക്ഷം മെച്ചപ്പെട്ടതാണ്. സർക്കാരിന്റെ മഴവില്ല് പദ്ധതിക്കായി നിരവധി പ്രവർത്തനങ്ങളാണ് സാമൂഹ്യനീതി വകുപ്പ് നടത്തുന്നത്. ട്രാൻസ്ജെൻഡർ തിരിച്ചറിയൽ കാർഡ്, തൊഴിൽ നൈപുണ്യ വികസനത്തിനായി പ്രത്യേക പദ്ധതികൾ, സൗജന്യ ലിംഗമാറ്റ ശസ്ത്രക്രിയ, തുടർ വിദ്യാഭ്യാസ പദ്ധതിയായ സമന്വയ എന്നിങ്ങനെ ഒട്ടനവധി സൗഹാർദ്ദപരമായ പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്ത് നടപ്പാക്കുന്നത്. സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക ഉന്നമനത്തോടൊപ്പം രാഷ്ട്രീയ രംഗത്തും ട്രാൻസ് സമൂഹം തങ്ങളുടെ ദൃശ്യത ഇതിനോടകം വ്യക്തമാക്കി കഴിഞ്ഞു. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ എല്ലാവരെയും പോലെ ഞങ്ങൾക്കും തുല്യമായ അവകാശമുണ്ടെന്ന് ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കുകയാണ് ട്രാൻസ് സമൂഹം. മഴവില്ലിന് പല നിറങ്ങളുള്ളതുപോലെ എല്ലാ ജെൻഡറുകൾക്കും പല നിറങ്ങളും പ്രത്യേകതകളുമുണ്ട്. സ്ത്രീ, പുരുഷൻ എന്നതിനപ്പുറം ലോകത്ത് പലതരം സെക്ഷുവാലിറ്റികളുണ്ട്. ഈ സെക്ഷുവാലിറ്റികളെ അംഗീകരിക്കാൻ തയ്യാറാവുക എന്നതാണ് ഇതിൽ പ്രധാനം. യാഥാസ്ഥിതികതയുടെ പഴഞ്ചൻ കെട്ടുപാടുകൾക്ക് പരിഷ്കൃത സമൂഹത്തിൽ സ്ഥാനമില്ലെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് കേരളം.